+1 അലോട്ട്മെന്റിന് അപ്ലൈ ചെയ്യാനുള്ള സമയം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ള കാര്യം ആദ്യം നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടോ. മെയ് 14 മുതൽ മെയ് 20 വരെയുള്ള ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് +1 അലോട്ട്മെന്റിന് അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഒരിക്കലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ മെയ് 20-നുള്ളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? +1ന് അപ്ലൈ ചെയ്തിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കൂളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കോഴ്സാണ് നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷനായിട്ട് കൊടുക്കേണ്ടത്. ഫസ്റ്റ് ഓപ്ഷനായിട്ട് നിങ്ങൾ ഏതെങ്കിലും സ്കൂളിൽ ഏതെങ്കിലും കോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷനാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടുന്നതെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും മാറാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്കൂളിൽ ഏറ്റവും ഇഷ്ടമുള്ള കോഴ്സ് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? താഴേക്കായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? സ്കൂളും അതിൻ്റെ കോഴ്സും കൊടുക്കുക. അപ്പോൾ സ്കൂൾ കോഡും കോഴ്സ് കോഡും നിങ്ങൾക്ക് അതത് ജില്ലകളിലെ സ്കൂൾ കോഡും കോഴ്സ് കോഡും നിങ്ങൾക്ക് പ്രോസ്പെക്ടസിലൂടെ കിട്ടും. അക്ഷയ സെൻറ്ററിൽ നിന്നും കമ്പ്യൂട്ടർ സെൻറ്ററിൽ നിന്നും പല സ്കൂളുകളിൽ നിന്നും ഈ പ്രോസ്പെക്ടസ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. പ്രോസ്പെക്ടസ് കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യുക? അവരൊന്ന് സമീപിച്ചാൽ മതി. അതിലുണ്ടാവും ഓരോ സ്കൂളിനെയും കോഡ് എന്താണ്, ആ സ്കൂൾ സയൻസ് ആണോ കൊമേഴ്സ് ആണോ ഹ്യൂമാനിറ്റീസ് ആണോ ഉള്ളത്, അതിൻ്റെ കോഡ് എന്താണ്, ആ ഓരോ ഇതിനും സെക്കൻഡ് ലാംഗ്വേജ് ഏതൊക്കെയാണ്, അതിൻ്റെ കോഡ് എന്താണ്, അതെല്ലാം കറക്റ്റായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് പറ്റുന്ന സബ്ജക്റ്റ് ആണോ നോക്കുക. അപ്പോൾ സയൻസ് എല്ലാവരെ കൊണ്ട് പഠിക്കാൻ പറ്റണമെന്നില്ല, കൊമേഴ്സ് എല്ലാവരെ കൊണ്ട് പഠിക്കാൻ പറ്റണമെന്നില്ല, ഹ്യൂമാനിറ്റീസ് എല്ലാവരെ കൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാത്സ് നല്ല ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും സയൻസ് എടുക്കരുത്. സോഷ്യൽ നല്ല ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഹ്യൂമാനിറ്റീസ് എടുക്കരുത്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന കോഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? ചൂസ് ചെയ്യുക. ആളുകൾ പറയുന്നത് കേട്ടിട്ടല്ല നിങ്ങൾ കോഴ്സ് ചൂസ് ചെയ്യേണ്ടത്. നിങ്ങളെ കൊണ്ട് പറ്റുമോ നോക്കുക. ഏതൊരു കോഴ്സ് എടുത്താലും അതിന് സ്കോപ്പ് ഉണ്ട്. നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ സയൻസ് എടുത്താൽ മാത്രമേ രക്ഷപ്പെടൂ, കൊമേഴ്സ് എടുത്താൽ മാത്രമേ രക്ഷപ്പെടൂ, ഹ്യൂമാനിറ്റീസ് എടുത്താൽ മാത്രമേ രക്ഷപ്പെടൂ എന്നില്ല. നിങ്ങളെ കൊണ്ട് പറ്റുന്ന കോഴ്സാണോ നിങ്ങൾ ആദ്യം നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ എളുപ്പമുള്ള സ്കൂളാണോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളാണോ, നിങ്ങൾക്ക് ഏറ്റവും സൗകര്യങ്ങളുള്ള സ്കൂളാണോ ചെക്ക് ചെയ്തിട്ട് ഇഷ്ടമുള്ള സ്കൂളിലെ ഇഷ്ടമുള്ള കോഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക. അപ്പോൾ ഓൺലൈനായി അപ്ലൈ ചെയ്യുന്നത് നമ്മൾ അക്ഷയയിലൂടെ ഏതെങ്കിലും കമ്പ്യൂട്ടർ സെൻറ്ററിലൂടെ ആണെങ്കിൽ അവർ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ അടുത്തിരുന്നിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്ത് ചെയ്യുക? ചെക്ക് ചെയ്യുക. കാരണം ഈ അടുത്തൊരു കുട്ടി എനിക്ക് മെസ്സേജ് ഉണ്ട്, ഒരു 15 മിനിറ്റ് മുന്നേ ആ കുട്ടി NCCയിൽ ഉണ്ടായിരുന്നു, പക്ഷേ ബോണസ് പോയിന്റ് അവിടെ ടിക്കിടാൻ ആ അക്ഷയ സെൻറ്ററിൽ ജീവനക്കാരി മറന്നുപോയി. ഇനിയിപ്പോൾ എഡിറ്റ് ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾ അവരുടെ അടുത്തിരിക്കുക. എന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അവർ കറക്റ്റായിട്ട് ചെയ്യേണ്ടെന്നോ നോക്കുക. കാരണം നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ ആവശ്യങ്ങൾ ചെയ്തു തീർക്കാൻ വേറെ ആരും വരില്ല, നമ്മൾ തന്നെ വരികയുള്ളൂ കേട്ടോ. ഈ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്തോ? ശ്രദ്ധിച്ചോ. അപ്പോൾ +1 അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുക. പിന്നെ ഓരോ സ്കൂളും സെക്കൻഡ് ലാംഗ്വേജുകൾ ഏതൊക്കെയാണ് നോക്കുക. സെക്കൻഡ് ലാംഗ്വേജിന് ഇപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സ്കൂൾ അഡ്മിഷൻ എടുത്തതിന് ശേഷമാണ് അവൻ എന്ത് ചെയ്യുക? സെക്കൻഡ് ലാംഗ്വേജ് നോക്കുക. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന സെക്കൻഡ് ലാംഗ്വേജ് ആണ് അവിടെ ഉള്ളതെന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ട്രാവൽ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം. ഓക്കെ. അപ്പോൾ ഇത്തരം അപ്ഡേറ്റ്സിനായിട്ട് nafi.edu എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. പ്രോസ്പെക്ട്സ് കിട്ടിയോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്തോ? കമൻറ്റ് ചെയ്തോ. അപ്പോൾ നോക്കിയും കണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക? +1 അപ്ലൈ ചെയ്യുക.